വെൽക്കം ബാക്ക് ടു AR ട്രാവലർ. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നന്ദി മുതൽ പയ്യോളി വരെയുള്ള ദേശീയപാതയുടെ ഏറ്റവും പുതിയ കാഴ്ചകളാണ് അപ്ഡേഷൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നന്ദിയാണ്. നന്ദിയിലെ അപ്രോച്ച് റോഡിൻ്റെ വർക്കുകളൊക്കെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ നന്ദി ഭാഗത്ത് നേരത്തെ വളരെ മന്ദഗതിയിലായിരുന്നു വർക്ക് പുരോഗമിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ നന്ദിയിൽ ഇപ്പോൾ അപ്രോച്ച് റോഡിൻ്റെ വാഗാടിൻ്റെ ക്രഷറിൻ്റെ ആ ഒരു ഭാഗമുണ്ട്. അവിടെയൊക്കെ അപ്രോച്ച് റോഡിൻ്റെ വർക്കാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വീഡിയോ എടുത്തത് ഫെബ്രുവരി 22-നാണ് നമ്മൾ വീഡിയോ എടുത്തത്. അപ്പോൾ ഫെബ്രുവരിയിലെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സാണ്. അപ്പം നമ്മൾ നന്ദി ഫ്ലൈ ഓവർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു ചെറിയൊരു ലൈറ്റ് വെഹിക്കിൾ അണ്ടർ പാസേജിൻ്റെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നന്ദി ഭാഗത്ത് നേരത്തെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് മണ്ണൊക്കെ ആയിരുന്നു അടിച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യമായിട്ടുള്ള ആറി പാനൽ കാര്യങ്ങളൊന്നും സ്ഥാപിച്ചിട്ടില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ആറി പാനലുകളൊക്കെ സ്ഥാപിച്ച് കഴിഞ്ഞ് ഏതാണ്ട് നമ്മൾ ഫ്ലൈ ഓവറിൻ്റെ ആ ഒരു ഹൈറ്റിലേക്ക് മണ്ണടിച്ച് ഉയർത്തിയ ഒരു കാഴ്ചയാണ്. അപ്പം നല്ല രീതിയിൽ പുരോഗമിച്ചിട്ടുണ്ട്. അതേ അവസരത്തിൽ നമ്മൾ സർവീസ് റോഡ്, അതായത് കൊയിലാണ്ടിയിൽ നിന്ന് പയ്യോളി ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡിനകത്ത് കാര്യമായ പുരോഗതി വരുത്തേണ്ടതുണ്ട്. വൺ സൈഡിലെ സർവീസ് റോഡ് ഇപ്പോൾ പയ്യോളിയിൽ നിന്ന് കൊയിലാണ്ടി ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡിനകത്ത് താറിങ്ങൊക്കെ ചെയ്തു കൊണ്ടൊന്നുമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ടെങ്കിലും ലെഫ്റ്റ് സൈഡിൽ നമ്മൾ വടകര ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡ് വളരെ ശോചനീയമായ അവസ്ഥയിലാണുള്ളത്. അപ്പോൾ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ വെള്ളക്കെട്ടൊക്കെ ഉണ്ട്. ഇനി ജൂൺ മാസം ആകുമ്പോഴത്തേക്ക് അതിശക്തമായ വെള്ളക്കെട്ടുണ്ടാകും. അപ്പോൾ ആ ഭാഗത്ത് താറിങ് ഒന്നുകൂടി റീതാറിങ് ചെയ്ത് അതുപോലെ തന്നെ ഡ്രൈനേജിൻ്റെ മറ്റു സ്ലാബുകളും കാര്യങ്ങളൊക്കെ നീക്കി അവിടെയുള്ള വെള്ളമൊക്കെ ഒഴിച്ചു പോകാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി കഴിഞ്ഞാൽ മഴക്കാലത്ത് വെള്ളപ്പൊക്കം ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ നന്ദിയിൽ അപ്രോച്ച് റോഡിൻ്റെയും ആറുവരിയുടെയൊക്കെ നല്ല പുരോഗതിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ നല്ല കളർഫുള്ളായിട്ടുള്ള ബ്ലാക്കായിട്ട് നല്ല കളർഫുള്ളുള്ള ഭാഗം ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് റീസെൻ്റ്ലി താറിയതാണ്. അപ്പോൾ അതിൻ്റെ ഒരു കാഴ്ചയാണ്. അതേപോലെ തന്നെ സർവീസ് റോഡിൻ്റെ ഭാഗത്ത് കുറച്ച് താറിങ് നടക്കാനുണ്ട്. പിന്നെ തിക്കോടി ഭാഗത്തും നല്ല രീതിയിൽ വർക്ക് പുരോഗമിച്ചിട്ടുണ്ട്. നമ്മൾ റെയിൽവേ ക്രോസിങ്ങിൻ്റെ ഭാഗത്തൊക്കെ നമ്മൾ റെയിൽവേ ക്രോസിങ്ങിൽ നമ്മൾ തിക്കോടി റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനിടയിൽ നമ്മൾ വന്ദേ ഭാരത് ട്രെയിന് പോവാണ്. അപ്പോൾ അതിനെ ജസ്റ്റ് നമ്മളൊന്ന് സൂം ചെയ്താണ്. തിക്കോടി ഭാഗത്തുനിന്ന് ട്രെയിന് കണ്ടപ്പോൾ ഒന്ന് നമ്മൾ ക്യാമറ തിരിച്ചു. ഇപ്പോൾ രാവിലെയാണ് നമ്മൾ വീഡിയോ എടുത്തത്. അതിരാവിലെ ഒരു 8:30-9 മണി ആ ഒരു ടൈമിനാണ് വീഡിയോ എടുത്തത്. ഇപ്പോൾ വീഡിയോക്ക് ഒരുപക്ഷെ ചെറിയ രീതിയിൽ വെളിച്ചക്കുറവുണ്ടാവും. അതേപോലെ തന്നെ നമ്മളെ വീഡിയോ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക. അപ്പോൾ നമ്മൾ തിക്കോടി ഭാഗത്ത് റെയിൽവേയുടെ ആ ഒരു പ്രദേശം, റെയിൽവേയുടെ നേരത്തെ ഉണ്ടായ തിക്കോടി ഗോഡൗണ്, അതേപോലെ തന്നെ റെയിൽവേയുടെ ആ ഒരു പ്രദേശമുണ്ട്. അവിടെയൊക്കെ ഇപ്പോൾ റെയിൽവേയുടെ ഭാഗത്ത് അവർ മതിലൊക്കെ കെട്ടി അതിൻ്റെ പെയിൻറ്റിങ് കാര്യങ്ങളും മറ്റു വർക്കുമൊക്കെ നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നൊരു കാഴ്ചയാണ്. അപ്പം മതിലിൻ്റെ ഭാഗത്ത് നമ്മൾ ആ തിക്കോടി ഗുഡ്സൊക്കെ നടത്തി നമ്മളെ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതുപോലെ തിക്കോടിയിൽ അണ്ടർ പാസേജിൻ്റെ വർക്ക് കഴിഞ്ഞ് അപ്രോച്ച് റോഡിൻ്റെ കുറച്ച് ഭാഗങ്ങളിലെ വർക്കൊക്കെ കഴിഞ്ഞ് അതേപോലെ തന്നെ 3 വരിയുടെ താറിങ് കഴിഞ്ഞ് അടുത്ത 3 വരിയുടെ താറിങ്ങൊക്കെ നടക്കാനുള്ളത്. അപ്പോൾ നന്ദി മുതൽ പയ്യോളി വരെ നോക്കുകയാണെങ്കിൽ കാര്യമായിട്ടുള്ള പുരോഗതി വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ തിക്കോടി ഭാഗത്തൊക്കെ 6 വരിയുടെ താറിങ് കഴിഞ്ഞതിന് ശേഷം ട്രാക്ക് മാർക്കിങ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. തിക്കോടി പഞ്ചായത്തിൻ്റെ ഭാഗത്തൊക്കെ ഇവിടെ നല്ല ടേണിംഗ് ഉണ്ട്. ഈ തിക്കോടി ഈ ഒരു റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട ഒരു പ്രദേശത്ത് ഈ 6 വരിയിൽ ഒരു ഭാഗത്ത് നല്ല രീതിയിൽ ടേണിംഗ് ഉണ്ട്. നേരത്തെയുള്ള ടേണിംഗ് തന്നെയാണ്, അത് പരമാവധി നിവർത്തിയിട്ടാണ്. അപ്പോൾ ഈ ഒരു റെയിൽവേൻ്റെ ആ ഒരു പ്രദേശമുണ്ടല്ലോ, റെയിൽവേയുടെ ആ ഒരു സ്ഥലം അവിടെയൊക്കെ നല്ല മതിലൊക്കെ കെട്ടിയതിന് ശേഷം പെയിൻറ്റിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. റെയിൽവേയുടെ ഭാഗത്തും അതോടൊപ്പം തന്നെ സർവീസ് റോഡിൻ്റെ ഭാഗത്തും അതേപോലെ ഡ്രൈനേജിൻ്റെ ഭാഗത്തൊക്കെ നല്ല വൃത്തിയൊക്കെ ആയി മാറിയിട്ടുണ്ട് തിക്കോടി ഭാഗത്ത്. അപ്പോൾ നല്ലൊരു മാറ്റമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇതേ രീതിയിൽ പയ്യോളി വരെ നമ്മളെ 6 വരിയുടെ താറിങ്ങും അതോടൊപ്പം തന്നെ സർവീസ് റോഡിൻ്റെ വർക്കും മറ്റു കാര്യങ്ങളൊക്കെ കഴിയുകയാണെങ്കിൽ നമ്മളെ ജൂൺ മാസത്തിൽ ഈ പയ്യോളി നന്ദി ഭാഗത്തുള്ള വെള്ളക്കെട്ടും അതോടൊപ്പം തന്നെ ട്രാഫിക് ബ്ലോക്കും മറ്റു പ്രശ്നങ്ങളൊക്കെ ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാൻ കഴിയും. അപ്പം ആളുകൾ വളരെ ആകാംക്ഷയോട് കൂടിയിട്ട് ഇപ്പോൾ കാത്തു നിൽക്കുന്നത് നമ്മളെ പയ്യോളി മുതൽ
നന്ദി വരെയുള്ള നന്ദിയല്ല, കൊയിലാണ്ടി നല്ല ചെങ്ങോട്ടുകാവ്, നമ്മൾ പുതിയ ചെങ്ങോട്ടുകാവ് ബൈപ്പാസ് വരെയുള്ള വർക്കാണ് കാര്യമായിട്ട് കോഴിക്കോട് ജില്ലയിൽ ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ഒറ്റുനോക്കുന്ന മറ്റൊരു പ്രദേശമാണ്. കാരണം ട്രാഫിക് ബ്ലോക്ക് കൊണ്ട് അമ്മാനമാടുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ അതിൻ്റെ വർക്ക് വാഗാടിപ്പോൾ കുറച്ച് ഫാസ്റ്റാക്കിയിട്ട് നടത്തിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ പലയിടത്തും താറയും കഴിഞ്ഞ പ്രദേശത്തൊക്കെ റോഡ് ഡൈവേർഷൻ ചെയ്തുകൊണ്ട് തുറന്നു കൊടുത്ത ഒരു കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെയൊക്കെ താറയും കഴിഞ്ഞു, 6 വരിയുടെയും താറയും കഴിഞ്ഞു, 3 വരിയുടെയും 6 വരിയിൽ നമ്മൾ ക്രാഷ് ബാരിയറിൻ്റെ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ചിലയിടത്തൊക്കെ ട്രാക്ക് മാർക്കിങ് കാര്യങ്ങളൊക്കെ വന്നു. പിന്നെ ഈ എൻട്രി എക്സിറ്റ് പോയിൻറ്റുകളൊക്കെ ഇതുവരെ അതിനകത്ത് വർക്ക് കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. പിന്നെ വാഗാടിൻ്റെ വെങ്ങല റീച്ചിൽ എവിടെയും വാഗാട് എൻട്രി എക്സിറ്റ് പോയിൻറ്റുകളൊക്കെ മാർക്ക് ചെയ്ത കാഴ്ച നമുക്ക് കാണാൻ സാധിക്കില്ല. വാഗാടിൻ്റെ വർക്കിൽ നമുക്ക് പലയിടത്തും നമുക്ക് ഊഹിക്കാൻ പറ്റാത്ത രീതി, എവിടെയൊക്കെ എൻട്രി എക്സിറ്റ് എന്ന് നമുക്ക് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലാണ്. അതേ സ്ഥാനത്ത് കോഴിക്കോട് KMC KNRC പോലെയുള്ള അവരുടെ റീച്ചിനകത്ത്, അത് വെങ്ങളം റീച്ച് ഒഴിച്ച് മറ്റു റീച്ചിനകത്ത് നമുക്ക് ഏകദേശ പ്രദേശങ്ങളിലും എൻട്രി എക്സിറ്റ് പോയിൻറ്റുകളൊക്കെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാം. അത് ട്രാക്ക് മാർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെയൊക്കെ ട്രാക്ക് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും എൻട്രി എക്സിറ്റ് കാര്യങ്ങളൊന്നും കാര്യമായിട്ട് മാർക്ക് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കത്തില്ല. പിന്നെ അത് കഴിഞ്ഞ് നമ്മളെ പയ്യോളി ഗ്രൗണ്ട്, പയ്യോളി ഹൈസ്കൂളിൻ്റെ ആ ഒരു ഗ്രൗണ്ടാണ്. ആ ഗ്രൗണ്ടിൻ്റെ പ്രദേശത്ത് ഇവിടെയും 3 വരിയുടെ കുറച്ച് ഭാഗം താറത്തിനടുത്ത 3 വരിയുടെ താറിങ് നടക്കാനുണ്ട്. പിന്നെ അതേപോലെ കൾവേർട്ട് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ആ കൾവേർട്ടിൻ്റെ വർക്കൊക്കെ നടക്കാനുള്ളത് കൊണ്ടും പിന്നെ അതേപോലെ തന്നെ സർവീസ് റോഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഡ്രൈനേജിൻ്റെ സ്ലാബ് മറ്റു കാര്യങ്ങളൊക്കെ വർക്ക് നടക്കാനുണ്ട്. പിന്നെ അതേപോലെ ക്രാഷ് ബാരിയറിൻ്റെ വർക്കൊക്കെ നടക്കാനുള്ളത് കൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് വർക്ക് പെൻഡിങ് ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ ആ ഒരു വർക്ക് ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ നല്ല രീതിയിൽ ട്രാഫിക് ഡൈവേർഷനും ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പയ്യോളി ഹൈസ്കൂളിൻ്റെ ഭാഗത്ത് അണ്ടർ പാസേജിൻ്റെ വർക്ക് കഴിഞ്ഞു. അപ്രോച്ച് റോഡിൻ്റെ വർക്കും താറിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ട്രാക്ക് മാർക്കിങ്ങും മറ്റു കാര്യങ്ങളൊക്കെയാണ് നടക്കാനുള്ളത്. അപ്പോൾ ഈ തവണ ഈ മഴക്കാലത്ത് ഈ ഒരു അപ്രോച്ച് റോഡിലൂടെ വാഹനങ്ങൾ, ഈ ജൂൺ മാസത്തിൽ അപ്രോച്ച് റോഡിലൂടെ വാഹനങ്ങൾ കടത്തിവിടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതേപോലെ തന്നെ ഭാരത് പെട്രോൾ പമ്പ്, കഴിഞ്ഞ തവണ മഴക്കാലത്ത് വെള്ളത്തിനടിയിലായ ഭാരത് പെട്രോൾ പമ്പാണിത്. ആ പെട്രോൾ പമ്പൊക്കെ ഇപ്പോൾ റോഡിനേക്കാൾ ഉയർത്തിയിട്ട് വളരെ ബുദ്ധിപരമായിട്ട് ഭാരത് പെട്രോൾ പമ്പ് നീങ്ങിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ സർവീസ് റോഡിനേക്കാട്ടും ഉയർന്നിട്ടാണ് ഇപ്പോൾ പമ്പുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പമ്പിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യമില്ല. നേരത്തെ റോഡിലെ വെള്ളം കംപ്ലീറ്റ് പമ്പിലേക്ക് ഇറങ്ങിപ്പോകുന്ന സാഹചര്യം മാസങ്ങളോളം പൂട്ടിയിട്ടിൻ്റെ ഒരു സാഹചര്യം കഴിഞ്ഞ മഴക്കാലത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊരു പാഠം ഉൾക്കൊള്ളുകൊണ്ട് ഭാരത് പെട്രോൾ പമ്പ് എന്തായാലും സർവീസ് റോഡിനേക്കാട്ടും ഉയർന്ന രീതിയിലാണ് ഇപ്പോൾ പമ്പൊക്കെ അറേഞ്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പയ്യോളി ഭാഗത്തേക്കാണ് പോകുന്നത്. പയ്യോളി ഭാഗത്തേക്ക് പോകുകയാണെങ്കിൽ പയ്യോളിയിൽ ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്ത് അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ഇപ്പോഴും കാര്യമായിട്ടുള്ള പുരോഗതി വന്നിട്ടില്ല. എന്നിരുന്നാലും ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് മണ്ണൊക്കെ ഏതാണ്ട് ലെവൽ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി താറിങ്ങിൻ്റെ വർക്കാണ്. വൺ സൈഡിൽ ഓൾറെഡി താറിങ് കഴിഞ്ഞിട്ടുണ്ട്. അതായത് നമ്മളെ തീർത്ഥാബാറിൻ്റെ ആ ഒരു ഭാഗത്ത് ഏകദേശം അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് താറിങ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പയ്യോളി ടൗൺ കഴിഞ്ഞിട്ട് കൊയിലാണ്ടി ഭാഗത്തേക്ക് വരുമ്പോഴുള്ള ആ പയ്യോളി ടൗൺ കഴിഞ്ഞിട്ടുള്ള പ്രദേശത്തിൽ അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ്. ഇപ്പോൾ ഇവിടെ മണ്ണൊക്കെ ലെവൽ ചെയ്ത് കഴിഞ്ഞു. ഇനി മണ്ണടിക്കാൻ ബാക്കിയില്ല. ഇനി ഇതിൻ്റെ മുകളിൽ താറിങ്ങിൻ്റെ മറ്റ് കാര്യങ്ങളൊക്കെയാണ് നടക്കാനുള്ളത്. അപ്പോൾ പയ്യോളി ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്ത് അവസാനമായിട്ട് മുഴുവൻ പില്ലറിൻ്റെ മുകളിൽ മുഴുവൻ ഗേഡറുകളും ഇൻസ്റ്റാൾ ചെയ്തു. ആ മുഴുവൻ ഗേഡറിൻ്റെ മുകളിലും ഷട്ടറിങ് വർക്ക് പൂർത്തിയാക്കിയ ഒരു കാഴ്ചയും നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ പയ്യോളിയെ സംബന്ധിച്ചിടത്തോളം പയ്യോളി തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇനി താഴ്ഭാഗം എന്നുള്ള ജസ്റ്റ് ഒരു കാഴ്ചയും കൂടി നമുക്ക് കണ്ടുനോക്കാം. വാഹനത്തിൽ പോകുമ്പോൾ പയ്യോളിയുടെ താഴ്ഭാഗം എങ്ങനെയാണ്. സലീം കുമാർ പറഞ്ഞ പോലെ ഒരു സാധാരണ മനുഷ്യൻ സഞ്ചരിക്കുമ്പോൾ, ഒരു സാധാരണക്കാരൻ ഒരു സാധാരണ വാഹനത്തിൽ ബൈക്കിലും കാറിലൊക്കെ അല്ല മറ്റ് വാഹനങ്ങളൊക്കെ സഞ്ചരിക്കുമ്പോൾ പയ്യോളിയെ നമുക്ക് ഈ രീതിയിലാണ് കാണാൻ സാധിക്കുക. അതേ അവസരത്തിൽ നമ്മൾ നേരത്തെ കണ്ട ഡ്രോൺ ഷൂട്ട് ആകാശ കാഴ്ചയിലൂടെ പോകുമ്പോൾ പയ്യോളിയിൽ നല്ല ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്നാലും പയ്യോളി ഭാഗത്തുള്ള അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തൊക്കെ ഫുള്ള് RE പാനലുകളൊക്കെ വെച്ചതിന് ശേഷം മണ്ണടിച്ച് അതിൻ്റെ മുകളിൽ ഫ്രിക്ഷൻ വാളുകളൊക്കെ സ്ഥാപിച്ചു. അതിൻ്റെ മുകളിലുള്ള കാഴ്ച കാണാം. അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്നുള്ള ഈ രീതിയിലാണുള്ളത്. അപ്പോൾ പയ്യോളി ഭാഗത്തുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് ആണിത്. അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും വിട്ടുപോയിട്ടുണ്ട് നൽകാം മറ്റൊരു വീഡിയോ.